കേരളീയരുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഹോട്ടലുകളും ജ്യൂസ് കടകളും നിർബന്ധമായും ബഹിഷ്കരിച്ചേ തീരൂ. പാടത്തും പറമ്പത്തും അവർ പണിയെടുത്തുകൊള്ളട്ടെ, നമുക്ക് വിരോധമില്ല. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വിദ്യാലയത്തിലെ വെൽഫെയർ കമ്മിറ്റി മീറ്റിംഗിൽ നടത്തിയ ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് താഴെ കുറിക്കുന്നത്. കോഴിക്കോടുകാരുടെ ഭക്ഷണപ്രിയത്തെ മുതലെടുത്ത് അനേകം ഹോട്ടലുകളും തട്ടുകടകളും കാറ്ററിംഗ് കേന്ദ്രങ്ങളുമാണ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മുളച്ചു പോകുന്നത്. കോഴിക്കോട്ട് മാത്രമാണോ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഹോട്ടലിൽ ജോലിയെടുക്കുന്നത്? ചത്ത കോഴിയെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതും ഭക്ഷണത്തിൽ മുതലാളിമാരുടെ ദേഷ്യം കൊണ്ട് അവർ മൂത്രം ഒഴിക്കുന്നതും കണ്ടതായി നിങ്ങൾക്ക് തെളിവുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമുക്ക് ആവശ്യം തന്നെയാണ്. നമ്മൾ കേരളീയർ കൂടുതലും മറ്റുള്ള സ്ഥലത്താണല്ലോ ജോലി ചെയ്യുന്നത്. സ്വന്തം നാട്ടിൽ ജോലി എടുക്കാതെ അന്യ നാട്ടിൽ പോയിട്ട് എന്താ പറയുക, വിദേശത്ത് പോലെ അറബികളെ ചന്തി വരെ കൈ കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുന്ന അതിൽ നിന്ന് മാറ്റണം. നമ്മളുടെ കേരളീയ തനിമ നിലനിർത്തണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാത് സംസ്ഥാനത്ത് അതാത് ഡിസ്ട്രിക്റ്റിൽ അവരവരുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ അവരവർ തന്നെ ജോലി ചെയ്യണം. ഇപ്പം എന്തിനു പറയുന്നത്, നമ്മുടെ പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ പോലും ഇമാമുമാരായിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അതിന് വരെ ആളെ കിട്ടാനില്ല. ഇത്തരം ചെറുതും വലുതുമായ സ്ഥാപനങ്ങളിൽ നടത്തിയ വിവിധ പരിശോധനകളിൽ വെളിച്ചത്ത് വന്നത് ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഒന്നോ രണ്ടോ ഹോട്ടലുകളിൽ ഒഴികെ സ്ഥിരം ജീവനക്കാരില്ല. ഓരോ ദിവസവും ആരെന്നോ എന്തെന്നോ അറിയാത്ത അന്യസംസ്ഥാനക്കാരാണ് സപ്ലൈ മുതൽ പാചകം വരെ നടത്തുന്നത്. അത്യാവശ്യം വേണ്ട വ്യക്തി മാനദണ്ഡങ്ങൾ പോലും ഇവർക്ക് അന്യമാണ്. ഭൂരിപക്ഷം പേർക്കും ത്വക്ക് രോഗങ്ങളുണ്ട്. മാരക രോഗങ്ങളായ TB, ലൈംഗിക രോഗങ്ങൾ, എയ്ഡ്സ് എന്നിവയുള്ളവരും കുറവല്ല. പാൻ, പുകയില, കഞ്ചാവ്, മദ്യം എന്നിവ ഉപയോഗിക്കുന്നവരാണ് അധികവും. ഉടമയോടുള്ള ദേഷ്യത്തിന് ഭക്ഷണത്തിലേക്ക് മൂത്രമൊഴിച്ച സംഭവം വരെയുണ്ട്. കൈ ഒരിക്കലും കഴുകാറില്ല. ജോലി കഴിഞ്ഞ് അന്തിയുറക്കം തെരുവ് വേശ്യകളുടെ കൂടെയാണ്. ബീഫ്, ചിക്കൻ, മീൻ മുതലായവ കഴുകിയാൽ രുചി പോകുമെന്ന് വിശ്വസിക്കുന്നവരും ഒരിക്കലും കഴുകാത്തവരുമുണ്ട്. വിഷപ്പച്ചക്കറി അതേപടി ഉപയോഗിക്കുന്നു. മിക്കയിടത്തും ഉപയോഗിക്കുന്ന ചായപ്പൊടി, പാൽ, തൈര്, മസാലകൾ, എണ്ണകൾ എന്നിവ ഡ്യൂപ്ലിക്കേറ്റോ മൂന്നാംകിടയോ ആണ്. നമ്മൾ പറയുമ്പോൾ അന്യ സംസ്ഥാനക്കാരെന്ന് പറയും. അന്യ സംസ്ഥാനക്കാർ നമ്മൾ ഇന്ത്യക്കാർ തന്നെ. പക്ഷേ ഒരിക്കലും ഞാൻ അന്യ സംസ്ഥാനക്കാരെ കുറ്റം പറയില്ല കേട്ടോ. നമ്മൾ മലയാളികൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും എന്താ പറയുക, ഉത്തരേന്ത്യക്കാരെ കുറ്റം പറയാൻ പാടുള്ളതല്ല. ഞാൻ അതിന് അർഹനുമല്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കും വേണ്ട. പക്ഷേ അവർക്ക് ഞാൻ പറയുന്നത് അവർക്ക് എന്താ പറയുക, നാടൻ പണികൾ, അതേമാതിരി ഫാം നോക്കൽ, പല ജോലികളും, സെക്യൂരിറ്റി പണി, അങ്ങനത്തെ പണികൾ കൊടുക്കാം. ഞാൻ പറയുന്ന ആഹാരം അത് നമ്മളെ ടേസ്റ്റിൽ കഴിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വൃത്തിഹീനമായ രീതി അതെന്താണെന്നുള്ളത് നമ്മൾ തെളിവ് ഉണ്ടെങ്കിലേ മാത്രം സംസാരിക്കാൻ പാടില്ല. തെളിവോടെ ഉണ്ടെങ്കിൽ ആ വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചുമ്മാ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു ന്യൂസ് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോടിനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു. അത് വളരെയധികം ദുഃഖകരമുണ്ട്. ഒരിക്കലും അതൊന്ന് മാറ്റി പറയൽ നിർബന്ധമാണ്.